ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വ്ലോഗ് ഞാൻ കുറച്ച് നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഒരു ഗിവ് അവേ നമ്മുടെ ചാനലിലെ എല്ലാ ആൾക്കാരും കാത്തിരിക്കുകയാണ്. എന്റെ വിന്നർ ആരാ, ഞാനാണോ, എനിക്കാണോ, എനിക്കല്ല നിങ്ങൾക്കാണോ എന്നുള്ളത് വിചാരിച്ചിട്ട്. അപ്പം ഈ ഒരു സാധനം സേഫ് ആയിട്ട് എന്റെ കയ്യിലുണ്ട്. ഞാൻ ദുബായ്ക്ക് തിരിച്ചു പോണതിന് മുന്നായിരുന്നു ഈ ഒരു ഗിവ് അവേന്റെ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. രണ്ട് കണ്ടീഷൻസ് ആണ് അതിലുണ്ടായിരുന്നത്. ഒന്നാമത് നമ്മുടെ ചാനലിൽ 50K സബ്സ്ക്രൈബേഴ്സ് ആകണം. രണ്ടാമത്തത് അത് ആയില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ഞാൻ പോസ്റ്റ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് മന്ത് ഇതേ ദിവസത്തിലായിരിക്കും ഞാൻ വിന്നർ അനൗൺസ് ചെയ്യാന്നുള്ളത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്യൂ ഡേയ്സിന്റെ ഉള്ളിലായിട്ട് എനിക്ക് സുഖലാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് താൽക്കാലികമായിട്ട് വീഡിയോസ് ചെയ്യുന്നതും റെക്കോർഡിങ് ചെയ്യുന്നതും എല്ലാം നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോഴും എന്റെ സൗണ്ട് ഒക്കെ പോയിരിക്കുകയാണ്. അത് ആ സമയത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പം ഒരു മാസത്തോളം ഞാൻ മൊത്തം സോഷ്യൽ മീഡിയയിൽ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വാച്ച് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകും. പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത് വെച്ചിട്ട് പല ആൾക്കാരും പല രീതിക്കുള്ള കാര്യങ്ങൾ വെച്ചിട്ട് സംസാരിക്കുന്നത് എന്റെ ചെവിയിലെത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു മടുപ്പ് ഫീൽ ചെയ്യും, എസ്പെഷ്യലി നമ്മുടെ ഫാമിലിയിൽ നിന്നാകുമ്പോൾ. അപ്പം അതൊക്കെ കാരണം കൊണ്ട് ഞാൻ കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് എടുത്തതാണ്. ബ്രേക്ക് എടുത്തതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഒരാള് പോലും എന്റെ വീഡിയോസ് ഒരാഴ്ച കഴിഞ്ഞിട്ടോ 10 ദിവസം കഴിഞ്ഞിട്ടോ 15 ദിവസം കഴിഞ്ഞിട്ടോ ഞാൻ എവിടെയാണെന്ന് പോലും അന്വേഷിച്ചിട്ടുള്ള ഒരു കമന്റ്സ് വന്നിട്ടില്ല. അപ്പം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത്രയും ഗിവ് അവേസും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും കൊടുത്തിട്ടും അവരെന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടല്ലേ അവരെന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതൊക്കെ ഞാൻ ഗിവ് അവേ കൊടുക്കുന്നതിന്റെ റീസൺ കൊണ്ടാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. ബിക്കോസ് നമ്മള് മെന്റലി വീക്ക് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അങ്ങനെ പലതും തോന്നാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 10-21 ദിവസം ആയപ്പോഴാണ് എനിക്ക് കമന്റ്സ്, അതായത് ഞാൻ അതുവരെയ്ക്കും കയറി നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല യൂട്യൂബിനകത്ത്. ഒരു 10-21 ദിവസം കണ്ടായപ്പോഴാണ് ഞാൻ യൂട്യൂബ് കയറുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും അതിന്റെ ഉള്ളിലൊന്നും ഒരു കമന്റ്സ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ എവിടെയാന്നുള്ളത്. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കമന്റ് ചെയ്യാൻ തുടങ്ങി, കുറെ ആയിട്ട് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് കുറച്ച് സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു ഈ ഒരു ഗിവ് അവേന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട്. സോ ഇത് ഞാൻ യുഎയിലായിരിക്കുമ്പോൾ എന്റെ ഇവിടെ നെടുമങ്ങാടുള്ള വീട്ടിലായിരുന്നു. ഇവിടെ അറിയാലോ ഉമ്മയും ബ്രദേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അവർക്കൊന്നും ഒരിക്കലും എന്റെ ഈ യൂട്യൂബ് റിലേറ്റഡ് അല്ലെങ്കിൽ എന്റെ ഈ സോഷ്യൽ മീഡിയ ലൈഫായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. അപ്പം എങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും സെറ്റ് ആവത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയിൽ വേറൊരു വ്ലോഗ് ഇട്ട സമയത്ത്, അതായത് എന്റെ ലാസ്റ്റ് വ്ലോഗ്, ഞാനൊരു 1 മന്ത് ഗ്യാപ്പ് എടുക്കുന്നതിന് തൊട്ട് മുമ്പിട്ടിരുന്ന വ്ലോഗിലും ഞാനൊരു ഗിഫ്റ്റ് ആ വ്ലോഗിൽ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ കാണിച്ചതുമാണ്. അത് ഈ സാധനമാണ്. ഇത് ഞാൻ യുഎയിൽ ഉണ്ടായിരുന്നപ്പം കാണിച്ചതാണ്. അത് ഞാൻ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ വേറെ ഒരു ഗിവ് അവേയുടെ ഒരു സാധനം നമ്മൾ വിന്നറിനെ വരെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അയാൾക്കുള്ള സാധനം. ഈ ഒരു മിററും ഈ ഒരു വാച്ചും ഈ ഒരു ബ്രേസ്ലെറ്റും ഒരു കമ്മലുമായിട്ട് ഇതും നമ്മള് ബ്ലോഗിൽ നിന്ന് കണ്ടെത്തിയതാണ്. അത് ചിക്കുമോൾ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. ആ കുട്ടി എന്നെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, അഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ യുഎയിൽ അതാണ് എനിക്ക് അയച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. സോ ഇനി നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ പറയണമെന്നുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹിക്കപ്പെട്ട സാധനം എന്റെ കയ്യിലുണ്ട്. ഇതൊന്നും അല്ല എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എന്റെ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പെട്ടിയാണ്. കണ്ടോ? സോ ഈ ഒരു പെട്ടിയാണ് എന്റെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഇപ്പൊ ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ പെട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ ഒരൊറ്റ വിന്നറിന് ഇത് കൊടുക്കുമെന്നും പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ഒരുപാട് കമന്റ്സ് അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഉണ്ട്, ഇതിന്റെ ഗിവ് അവേ വീഡിയോ തന്നെ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്രയും ചോക്ലേറ്റ് എന്തിനാ ഒരാൾക്ക് കൊടുക്കുന്നത്, 2 പേർക്ക് കൊടുത്തൂടെ, 3 പേർക്ക് കൊടുത്തൂടെ. അപ്പൊ ഞാനും ചിന്തിച്ചു, ആ കമന്റ് ചെയ്യുന്ന ആള് ചിലപ്പോൾ ആ വീഡിയോക്ക് മാത്രമായിരിക്കും കമന്റ് ചെയ്യുന്നുണ്ടാവാം. അതൊരു വിഷമമുള്ള കാര്യമാണ്. നമ്മളെ വീഡിയോസിനെല്ലാം ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിനെ പോലെ നമ്മളെ കൂടെ നിൽക്കുന്നത്, അങ്ങനെ ഒരാൾക്ക് ഇത് കിട്ടണമെന്നാണ്, അങ്ങനെ ഒരാൾക്ക് ഇത് കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ ആലോചിച്ച് വന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞ കണക്ക് ഒരാൾക്ക് മൊത്തത്തിൽ ഇത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് 3 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താലോ എന്നാണ്. ബിക്കോസ് അതിനും മാത്രം ചോക്ലേറ്റ്സും അതിന് മാത്രം ഐറ്റംസ് ഒക്കെ ഇതിനകത്തുണ്ട്. ഈ ഐറ്റംസ് ഒക്കെ എക്സ്പയറി ഡേറ്റ് ആയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് എത്തിക്കാൻ വേണ്ടി നന്നായിട്ട് ഇരിപ്പുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഐറ്റത്തിന്റെ എക്സ്പയറി ഡേറ്റ് എവിടെയാണെന്നുള്ളത് എനിക്ക് കാണുന്നില്ല, എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അതിനൊന്നും എവിടെ നോക്കിയിട്ട് എനിക്ക് അറിയത്തില്ല. ബട്ട് ഇത് മെൽറ്റ് ഒന്നും ആയിട്ടുണ്ടായില്ല. നിങ്ങൾക്ക് വേണ്ടി മാറ്റാണ്. സോ ഇത് സേഫ് ആയിട്ട് ഇരിക്കാൻ ഞാൻ പ്ലാസ്റ്റർ ഒക്കെ ചെയ്തിട്ടുള്ളത്, ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുള്ളത്. ബട്ട് ഇതൊക്കെ അയക്കാണ്. 3 പേർക്ക് കൊടുക്കാനുള്ളതല്ല. അപ്പൊ ഇതിന് ഒരുമിച്ചിട്ടുള്ള കാര്യമില്ല. അപ്പൊ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് വന്നിട്ട് നെക്സ്റ്റ് 2026 ഏപ്രിൽ ആണ്. അപ്പൊ ഇതും ഓക്കെ ആണ്. ദിസ് ഇസ് ഓൾസോ 2026 ഏപ്രിൽ, 2026 മാർച്ച്, 2026 മെയ്, 2026 മാർച്ച്, 2026 ജൂണ്, 2026 മാർച്ച്. ഇത്രയും കിറ്റ്കാറ്റ് എനിക്ക് ഡേറ്റ് സത്യം എവിടെയാന്ന് നോക്കേണ്ടതെന്ന് അറിയത്തില്ല. ഓക്കെ, ഇതും 2026 മാർച്ച്, 2026 ഏപ്രിൽ, 2026 ജൂൺ, 2026 ജനുവരി. അടുത്ത മാസം എക്സ്പയർ ആവുന്നു. ആൻഡ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ന്യൂട്ടല്ല എക്സ്പയറി ഡേറ്റ്. ഓക്കെ, 2026 ഏപ്രിൽ, 2026 മാർച്ച്, 2026 3-ാം മാസം മാർച്ച്, 2026 ഡിസംബർ.
ഓക്കെ. അതായത് ഇപ്പൊ ഞാൻ ഡിസംബറിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അടുത്ത വർഷം ഡിസംബർ വരെ ഈ സാധനം ഉണ്ടാവും. ഇത്ര ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ഈ പെട്ടിക്കകത്ത് ഉണ്ടായിരുന്നത്. ഇത്രയും സാധനങ്ങളും ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചത്. ഞാനിത് 3 ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇനി എങ്ങനെയാണ് ഇതിനെ വിന്നറെ കണ്ടെത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ, മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്ന ആ വീഡിയോ നല്ല നമ്മൾ കണ്ടെത്തുന്നത്. ബിക്കോസ് അത് 2 മാസം മുന്നേ ഉള്ളതാണ്. അതിനകത്ത് 11,000 കമന്റ്സും വന്നിട്ടുണ്ട്. അപ്പൊ അത്ര ആൾക്കാരും ഇപ്പോഴും എന്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ടോ, അത്ര ആൾക്കാർക്ക് ഇപ്പോഴും ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ 2 മാസം മുന്നേ ഉണ്ടായിരുന്ന വ്യൂവേഴ്സിന്റെ ബേസിൽ എനിക്ക് ഒരിക്കലും വിന്നറിനെ കണ്ടെത്താൻ പറ്റില്ല. ബിക്കോസ് ഇത് ഇന്നും വൈകിപ്പിക്കാൻ പറ്റില്ല. കാരണം അവർ റെസ്പോണ്ട് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും അടുത്ത വിജയിനെ ഇങ്ങനെ തെരഞ്ഞെടുത്ത് ഒരു എന്താ പറയാ എവിടെയും നിൽക്കാണ്ട് അങ്ങ് പോകും. ഞാൻ യു എയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിട്ടുള്ള അതിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം എക്സ്പയറി ഡേറ്റ് ആയിട്ട് പോകുമോ, ഡേറ്റ് കഴിഞ്ഞ് പോകുമോ എന്നൊക്കെയായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ ഞാൻ അത്രയും മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ കേടുപാട് പറ്റി പോകാതിരിക്കാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഡേറ്റ് ഒന്നും ഞാൻ നോക്കിയിട്ടല്ല എടുത്തത്, അങ്ങനെ വാരിപ്പുറക്കി ഇങ്ങനെ തോന്നിയതൊക്കെ എടുത്തതായിരുന്നു. ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നായിരിക്കും ഞാൻ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നുണ്ടാവാം. ഇന്ന് ഡേറ്റ് വന്നിട്ട് ഡിസംബർ 6 ഡിസംബർ 10 ആയിരിക്കും ഞാൻ ഇതിന്റെ വിന്നറിനെ കണ്ടെത്തുന്നുണ്ടാവാം. അപ്പം അത് ഈ പറഞ്ഞ വ്ളോഗിൽ തന്നെ ഞാൻ കമന്റ് മെൻഷൻ ചെയ്യും ആരൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ അത് ആരാണോ കമന്റ് ചെയ്തിട്ടുള്ളത് അവർ എന്താക്കാം, എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഈ വീഡിയോന്റെ അവസാനം കൊടുത്തിരിക്കാം. അവിടെ വന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് അയച്ചു തരാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ മെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് ഞാൻ ആ കമന്റിലൂടെ തന്നെ തരാം. സോ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗിഫ്റ്റിന് ഒരു അവകാശം നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഇതും ഒരു വ്ളോഗിന്റെ പിന്നെ ഹിസാബായിരുന്നു. ആ വ്ളോഗിൽ കമന്റ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. പക്ഷെ അതും ഇപ്പൊ ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ ഇതും എനിക്ക് അതിനകത്ത് കൊടുക്കാൻ സാധിക്കത്തില്ല. ഈ വ്ളോഗിനകത്ത് തന്നെ കമന്റ് ഇടുന്ന വേറൊരു ഭാഗ്യശാലിക്ക് നമ്മളിത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഈ വ്ളോഗ് നിങ്ങൾ കണ്ടു തീർക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ഒന്നിൽ ഈ പറഞ്ഞ ചോക്ലേറ്റുകള് അല്ലെങ്കിൽ ഇതെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം എന്താക്കുക, ഇത് ഫുള്ള് വാച്ച് ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ മെയിൻലി എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം. പിന്നെ ഈ പറഞ്ഞ ഗിഫ്റ്റ് ഞാൻ ചിക്കുമോൾക്ക് ഇതിന്റെ ഒപ്പം തന്നെ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ചിക്കുമോള് വിഷമിക്കേണ്ട. ഓക്കെ, അപ്പം ഞാൻ ഒരു വലിയൊരു കംബാക്ക് ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മളെ വ്ലോഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഡിസംബർ 17 എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന് ഞാൻ ഒരു വലിയൊരു ഗിവ് അവേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു 15 ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 17 മേ ബി ബർത്ത്ഡേ എന്നൊക്കെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അതിൽ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഗിവ് അവേ തരണം എന്നുള്ളത്. അപ്പൊ എന്റെ ഒപ്പം ഈ ഒരു ഫാമിലിയിൽ അതായത് നമ്മൾ തുടങ്ങിയ മുതൽ ഇതുവരെ നിന്നിട്ടുള്ള ആൾക്കാർക്ക്, അർഹതപ്പെട്ട ആൾക്കാർക്ക് ഇത് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.